മറ്റാരുമല്ല നമ്മളുടെ സ്വന്തം മസ്താനി. ഓൺ സ്ക്രീൻ ഇവിടെ കണ്ട് നമ്മളെല്ലാരും എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് കണ്ട് ഇതേപോലെ തന്നെ പിക്കപ്പ് ലൈൻസ് ആവട്ടെ എന്തെങ്കിലും ആവട്ടെ ഇതൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് നമ്മളുടെ അടുത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച ഒരാളായിരുന്നു മസ്താനി. സോ വെൽക്കം മസ്താനി. സോ ഈ ഒരു ക്രൗഡിനോട് എന്താണ് പറയാനുള്ളത്? ഹായ്, ഗുഡ് ഈവനിങ് കാലിക്കറ്റ്. എല്ലാരും പറഞ്ഞു കുറെ കേട്ടിട്ടുണ്ട് കോഴിക്കോടുകാർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണെന്ന്. ആണോ? സ്നേഹമൊന്നും കാണുന്നില്ലല്ലോ. കോഴിക്കോടുകാർക്ക് സ്നേഹമില്ല. നിങ്ങളുടെ സ്നേഹം ഒരു കയ്യടിയിലൂടെ കാണിക്കൂ. നമ്മളുടെ കോഴിക്കോടിന്റെ സ്നേഹം കാണിക്കൂ. അവിടെ കുറച്ച് ആൾക്കാർക്ക് സ്നേഹമുണ്ട്, ഇവിടെ കുറച്ച് ആൾക്കാർക്ക് സ്നേഹം. അതാണ്, കുറച്ച് പേർക്ക് സ്നേഹമുള്ളൂ കേട്ടോ. നമ്മുടെ കോഴിക്കോടിനെ പറയിപ്പിക്കരുത്. അപ്പൊ നമ്മുടെ കോഴിക്കോടിന്റെ സ്വന്തം ഒത്തുവഴികളെ കയ്യടി വെറുതെ. കമോൺ. ഓക്കെ, താങ്ക് യു. കോഴിക്കോട് ആക്ച്വലി എനിക്ക് കോഴിക്കോട്ടുകാരെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫുഡും നിങ്ങൾ അതിഥികളെ സ്വീകരിക്കുന്നതൊക്കെ അല്ലേ കോഴിക്കോടുകാർക്ക് ഒരു പ്രത്യേക സ്നേഹമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ ഒരു പബ്ലിക് ഫംഗ്ഷനാണ്. അപ്പോൾ അത് കോഴിക്കോടിന്റെ മണ്ണിലായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ കോഴിക്കോട് നിന്ന് നല്ലൊരു തുടക്കമാവട്ടെ. അതേപോലെ തന്നെ ഞങ്ങൾക്കും കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾ വെറുതെ വിടാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ മസ്താനി, ഒന്നുമില്ല, ചെറിയൊരു ടാസ്ക് തരാം. വേറെ ഒന്നുമില്ല, നമ്മളുടെ വിവോ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു പിക്കപ്പ് ലൈൻ, കോട്ടയം ഒരു ഫോണായിട്ടെങ്കിലും എന്തെങ്കിലും ഒരു കണക്ഷൻ ഉള്ള ഒരു പിക്കപ്പ് ലൈൻ. മസ്താനി ഫേമസ് ആയത് പിക്കപ്പ് ലൈൻസിൽ കൂടെ ആണെന്ന് നമുക്ക് അങ്ങനെ പറയാം. സോ മസ്താനി പ്ലീസ്. ഞാൻ പിക്കപ്പ് ലൈൻ ചെയ്യുന്ന ഒരാളെ ഇന്റർവ്യൂ എടുത്താണ് ഫേമസ് ആയത്. പക്ഷെ അതിലും ഉണ്ടായിരുന്നു ഒരു പിക്കപ്പ് ലൈനിന്റെ ഒരു കണക്ഷൻ ഉണ്ട്. സോ പ്ലീസ്. എനിക്ക് തോന്നുന്നു ഇവരെ കൊണ്ട് പറയിപ്പിക്കായിരിക്കും അല്ലേ? ആർക്കാണ് പറയാൻ ആഗ്രഹമുള്ളത് ഒരു പിക്കപ്പ് ലൈൻ? ആർക്കെങ്കിലും ലൈനോ? അത് പബ്ലിക്കായിട്ട് പറയണം. ചുമ്മാണ്ട്. എന്താ പേര്? അഞ്ജന. എനിക്ക് അങ്ങനെ പിക്കപ്പ് ലൈൻ സത്യം പറഞ്ഞാൽ അറിയില്ല. അതാണ് എന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. വേറെ എന്തെങ്കിലും ടാസ്ക് തരോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ടാസ്ക് കൊടുക്കുക? പാട്ട് പാടാം. ഈ സൗണ്ടിൽ ഞാൻ പാട്ട് പാടുമെന്ന് തോന്നുന്നുണ്ടോ? എന്നാ നമ്മള് കോഴിക്കോടുകാരെ കുറിച്ച് എന്തെങ്കിലും, അതായത് ഇപ്പൊ നമ്മൾ നല്ല സൽക്കാരപ്രിയരാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ടോ മുമ്പേ? ഒരുപാടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് കമ്പാരിറ്റീവ്ലി എന്തെങ്കിലും പ്രത്യേകതകൾ തോന്നിയത്, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ ഇനിയും കൂടുതൽ വരാൻ ആഗ്രഹിക്കും? ഇപ്പൊ ഒരാളെ കണ്ടു എന്ന് വിചാരിക്കാം. ആ ആളെ കണ്ടു, ആ ആളെടുത്ത് കോഴിക്കോടിനെ എങ്ങനെ അഡ്രസ് ചെയ്യും? അതൊരു പോയറ്റിക് രീതിയിൽ പറയാം. പോയറ്റിക് രീതിയിലോ? കോഴിക്കോടത്തെ എല്ലാ ചെക്കന്മാരും പെമ്പിള്ളേരൊക്കെ ഭയങ്കര മൊഞ്ചനും മൊഞ്ചത്തികളാണ്. മക്കളെ കൈയടിക്ക്. അപ്പൊ കോഴിക്കോട് മൊഞ്ചന്മാരും മൊഞ്ചത്തിമാരാണെന്ന് പറയുന്നു. ഞാൻ ഒരു ഗേൾ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ കോഴിക്കോടത്തെ മൊഞ്ചന്മാരെയാണ് നോക്കുന്നത്. ഇപ്പം ഇവിടെ കുറെ മൊഞ്ചന്മാർ അങ്ങനെ കാണുന്നുണ്ട്. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് പിക്കപ്പ് ലൈൻ പറയണമെന്ന് തോന്നും, പക്ഷെ വരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ എനിക്ക് പണ്ടൊരു എക്സ് ഉണ്ടായിരുന്നു, കോഴിക്കോട് നിന്നായിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ പക്ഷെ എനിക്കിഷ്ടമാണ്. എനിക്ക് എന്തെങ്കിലും കല്യാണം കഴിക്കണമെങ്കിൽ ഒരു കോഴിക്കോടിലെ മൊഞ്ചനെ കല്യാണം കഴിക്കാൻ ആഗ്രഹം. അപ്പൊ മസ്താനി റെഡിയാണ്. എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മളെ കോഴിക്കോടുള്ള പിള്ളേരെ ആയിരിക്കും നോക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ കോഴിക്കോടുള്ള എല്ലാവരും നല്ലൊരു കൈയ്യടി എടുത്ത് മസ്താനിയുടെ നമ്മളുടെ പോയിറ്റിക് വാക്കുകൾക്ക് നല്ലൊരു കൈയ്യടി എടുക്കുക.